ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വിലുമ്പിപ്പുളി എടുത്തിട്ടുണ്ട്. അത് 4 ആക്കി വട്ടം കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അത് പുഴുങ്ങി നടുവേ മുറിച്ചെടുക്കുക. മുട്ട പുഴുങ്ങി നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇത്ര നമുക്ക് നേരത്താക്കി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇവ ഒന്ന് പതുക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലപ്പാൽ മാറ്റി വെച്ചതിന് ശേഷം 2ാം പാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് വിളുമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയായ കറിയിലേക്ക് നമുക്ക് മുട്ട സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേവിയിലേക്ക് അത് മുക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി, വേപ്പിലയും കൂടി മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മുട്ടയും വിളുമ്പും പുളിയും കൂടിയുള്ള തേങ്ങാപ്പാലൊഴിച്ച കറി വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. മീൻ കറിയേന് വെല്ലുന്ന ഒരു കറിയാണിത്. ചോറുണ്ണാനായിട്ട് വളരെ നല്ലതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.